بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സദാത്യങ്ങളെ, ആലിമ്യങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉളുഹിയ്യത്ത് സംബന്ധിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സാധാരണ നമ്മുടെ ദർസിൽ നടക്കുന്നത് പോലെയുള്ള ഒരു പണ്ഡിത ചർച്ച അല്ല ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പ്രത്യേകിച്ചും സാധാരണക്കാരെ കൂടി പരിഗണിച്ചുള്ള ക്ലാസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എല്ലാവർക്കും ഫലവത്താക്കട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സാലിഹായ അമലായി നമ്മളിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഉളുഹിയ്യത്ത് എന്ന ഈ ഇബാദത്ത് മുഅക്കദത്തായ സുന്നത്താണ് ശാഫിഈ മദ്ഹബ് പ്രകാരം. അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ഒരു റിവായത്ത് പ്രകാരം അത് വാജിബ് തന്നെയാണ്. ഹനഫികൾ അങ്ങനെ ഒരു വാജിബായ പുണ്യകർമ്മമായിട്ടാണ് കാണുന്നത്. ശാഫിഈ മദ്ഹബ് പ്രകാരം മുഅക്കദായ സുന്നത്താണ്. മറ്റൊരു മദ്ഹബിൽ ഉജൂബ് കൊണ്ട് അഭിപ്രായപ്പെടുന്ന കാര്യം നമ്മളെ മദ്ഹബിൽ സുന്നത്താകുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും അത് മുഅക്കദായ സുന്നത്തായി വരും. മുഅക്കദായ സുന്നത്താകുമ്പോഴോ ഉളുഹിയ്യത്തിന് കഴിയുന്ന ആളെ സംബന്ധിച്ചാണിത് പറയുന്നത്. അങ്ങനത്തെ ആള് ഉളുഹിയ്യത്ത് നടത്താതിരുന്നാൽ അത് കറാഹത്താകും. മുഅക്കദായ സുന്നത്തിനെ ഉപേക്ഷിക്കൽ കറാഹത്തായി കണക്കാക്കപ്പെടും. അപ്പം അത്രയും ശക്തിയുള്ള ഒരു സുന്നത്താണ് ഉളുഹിയ്യത്ത്. ആ പേര് തന്നെ അതിനെ കൊടുക്കാൻ കാരണം ഉളുഹിയ്യത്തിൻ്റെ വഖത്ത് നമുക്കറിയാം. ദുൽഹജ്ജ് 10 യൗമുൻ നഹർ, ആ 10ൻ്റെ സൂര്യൻ ഉദിച്ച് ഉയർന്നയിടം മുതലാണ് അതിൻ്റെ സമയമാകുന്നത്. അപ്പോൾ ഏകദേശം ളുഹ നിസ്കാരത്തിൻ്റെ
വഖത്ത് തന്നെയാണ് ഇതിൻ്റെ വഖത്ത് തുടങ്ങുന്നത്. അവസാനിക്കുന്നത് ദുൽഹജ്ജ് 10, 11, 12, 13 അയ്യാമുത്ത് ശരീഖിൻ്റെ 3-ാം ദിവസമായ ദുൽഹജ്ജ് 13 നമ്മളെ ഭാഷയിൽ 4-ാം പെരുന്നാൾ. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി വഖത്ത് തീരുകയാണ്. അപ്പോൾ ദുൽഹജ്ജ് 10-ന്റെ പുലർച്ചെ മുതൽ 13-ന്റെ അസ്തമനം വരെയുള്ള സമയം ഉളുഹിയ്യത്ത് അറുക്കാനുള്ള സമയമാണ്. ആ സമയത്ത് തുടക്കം നോക്കുമ്പോൾ ദുഹായുടെ വഖത്താകുന്നത് കൊണ്ട് ആ മുനാസബത്ത് യോജിപ്പ് വെച്ചാണ് ഉളുഹിയ്യത്ത് എന്ന് പേര് പറയുന്നത് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം ഉളുഹിയ്യത്ത് എന്ന വാക്കിന് പ്രശോഭിക്കുക, പ്രകാശിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഉള്ളുഹ വല്ലൈലി ഇദാ സജ എന്ന ആയത്തിന്റെ തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കൊണ്ടുള്ള സത്യമാണ് ഉള്ളുഹ എന്ന വാക്ക് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അപ്പോൾ ളുഹ വഖത്ത് പോലെ പ്രശോഭിക്കുന്ന നബി തങ്ങളുടെ മുഖം തന്നെയാണ് സത്യം എന്നാണ് അത് അനുസരിച്ച് അർത്ഥം വരിക. അപ്പൊ എന്ന പോലെ ഈ ഉളുഹിയ്യത്ത് എന്ന് പറയാൻ കാരണം ഈ കർമ്മം നടത്തുന്നവൻ നാളെ ആഖിറത്തിൽ വരുമ്പോൾ നല്ല മുഖപ്രസന്നതയോടുകൂടി പ്രശോഭിതമായ മുഖത്തോടുകൂടി വരും. അതുകൊണ്ടാണ് ഈ പേര് പറയുന്നത്. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ അത് സംബന്ധിച്ചുണ്ട്. ഏതായിരുന്നാലും മുഅക്കദായ ശക്തിയുള്ള സുന്നത്താണ് ഇത് എന്നതിൽ പക്ഷാന്തരമില്ല. കഴിയുന്ന ആളുകൾ, കഴിയുന്ന ആൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരും അവരുടെ ആവശ്യമായ ചെലവുകൾ കഴിച്ച് ഉളുഹിയ്യത്തർക്കാൻ വല്ലതും അവൻ്റെ അടുത്ത് മിച്ചമുണ്ടെങ്കിൽ, അരികിൽ മിച്ചമുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കൊക്കെ ഇത് സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. ഇനി ആ സുന്നത്ത് തന്നെ ഐനിയായ സുന്നത്ത്, കിഫായിയായ സുന്നത്ത്, ഇങ്ങനെ സുന്നത്തുകൾ 2 തരത്തിലുണ്ട്. ഫർള് രണ്ടിനും ഉള്ളതുപോലെ തന്നെ ഐനിയായ ഫർള്, കിഫായിയായ ഫർള്. ഐനിയായ ഫർള് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഓരോരുത്തർക്കും നിർബന്ധമായ സംഗതി, അവനവൻ ചെയ്തിരിക്കണം. മറ്റൊരാൾ ചെയ്തതുകൊണ്ട് ഞാൻ സലാമത്താവൂല. അതിനാണ് ഐനിയായ ഫർള് എന്ന് പറയുന്നത്. ഇപ്പം നിസ്കാരം, 5 നേരത്തെ നിസ്കാരം, അത് ഐനിയായ ഫർളുകളാണ്. എന്നോട് ചോദ്യം നീ നിസ്കരിച്ചോ എന്നാണ്. നിങ്ങൾ ഓരോരുത്തരോടും ചോദ്യം നിങ്ങൾ നിസ്കരിച്ചോ എന്നാണ്. എന്നല്ല സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി എന്ന നിലക്ക് സമൂഹത്തോട് ഒന്നിച്ചുള്ള ഒരു ചോദ്യം അല്ല. അങ്ങനെയാണ് ഫർള് കിഫായി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കണം, കഫൻ ചെയ്യണം, കുളിപ്പിക്കണം തുടങ്ങിയ സംഗതിയൊക്കെ ഫർളായ സംഗതിയാണ്. അതൊന്നും ചെയ്യാതെ കൊണ്ടേ മറവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഫർള് കിഫായി എന്നാ പറയാ. ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയാവും. ഓരോ വ്യക്തിയും അതിന് ബാധ്യസ്ഥൻ ആവുകയില്ല. ഒരാൾ ചെയ്താൽ എല്ലാവരുടെയും കുറ്റം ഒഴിവായി കിട്ടി എന്ന പോലെ സുന്നത്തിലും 2 സുന്നത്തുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സമൂഹത്തോട് നമ്മൾ ഒരാൾ പോവുകയാണ്, ഈ ഒരാൾ സലാം ചൊല്ല. ഇങ്ങോട്ട് വരുന്നൊരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സദസ്സിലേക്ക് വരുന്ന ഒരാൾ, അയാൾ സലാം പറയൽ അയാൾക്ക് സുന്നത്ത്. അതേ സ്ഥാനത്ത് സലാം മടക്കൽ അത് നിർബന്ധം തന്നെയാണ്. പക്ഷേ അത് കിഫായിയാണ്. ആരെങ്കിലും ഒരാൾ മടക്കിയാൽ മതി. ഇനി ഈ പറഞ്ഞ വിഷയത്തിൽ
നമ്മുടെ ഇമാം ഷാഫിഈ അടക്കം അവിടുത്തെ സ്വഹാബടക്കം പറയുന്നത് അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അയാൾക്ക് വേറെ ആരുമില്ല. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് ഉളുഹിയ്യത്ത് എന്ന് സുന്നത്ത് ഐനിയായ സുന്നത്താണ്. അയാൾ ചെയ്താൽ അതിൻ്റെ കൂലി അദ്ദേഹത്തിന് കിട്ടും. അതേ സ്ഥാനത്ത് അയാൾ മാത്രമല്ല, അയാൾ ഒരു വീടിന്റെ ഗ്രഹനാഥനാണ്, ഒരു വീടിന്റെ ഉടമസ്ഥനാണ്. ആ വീട്ടിൽ അയാള് ഭാര്യ, കുട്ടികൾ ഒക്കെ ഉണ്ട്. എന്നാൽ ഇയാൾ നടത്തുന്ന ഈ ഉളുഹിയ്യത്ത് അത് കിഫായിയായ സുന്നത്തായി കണക്കാക്കപ്പെടുന്നു. അപ്പൊ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഉളുഹിയ്യത്ത് നടത്തിയതിന്റെ കൂലി കിട്ടൂല. ഒരു ഉളുഹിയ്യത്താ നടത്തിയതെങ്കിൽ ആ ഒരു ഉളുഹിയ്യത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരാടിനറുക്കുകയാണ് ഒരു വീട്ടുകാരൻ, അല്ലെങ്കിൽ വലിയ മൃഗം, ആ മൃഗത്തിൽ ഒരു പങ്കേ ഒരാൾ ചേർന്നിട്ടുള്ളൂ. ഒരു പോത്തിനെ വാങ്ങുന്നതിൽ ഒരാൾ ഒരു പങ്ക് ചേർന്നു, 1/7 എന്ന് പറയാം. 7 ആൾ കൂടിയാണ് ഒരു പോത്ത് വാങ്ങുന്നത്. എന്നാൽ ഓരോരുത്തർക്കും 1/7 അതിൽ പങ്കുള്ളത്. അപ്പൊ ആ വീട്ടുകാരൻ ആ 1/7 അയാളെ ഉളുഹിയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാട് മാത്രമേ അറക്കുന്നുള്ളൂ, അപ്പൊ ആ ഒരാടേ ഉള്ളൂ. ഈ ഒരാടിൽ അല്ലെങ്കിൽ വലിയ മൃഗത്തിന്റെ 1/7 ഭാഗം, ആ ഭാഗത്ത് മറ്റൊരാളെ പങ്കു ചേർക്കാൻ പറ്റില്ല. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1/7 അതിനേക്കാളെ ചുരുങ്ങാൻ പറ്റൂല ഉളുഹിയ്യത്ത്. അപ്പൊ 2 ആൾ കൂടി 1/7 പങ്കിട്ടു. ഒരാൾക്ക് സ്വന്തം 1/7 വാങ്ങാൻ കഴിയില്ല. അപ്പൊ 2 ആൾ കൂടിയിട്ട് 7 വാങ്ങി. അപ്പൊ 7 പകുതിയാണ് ഓരോരുത്തർക്കും. എന്നാൽ 2 ആൾക്കും ഉളുഹിയ്യത്താവില്ല. അപ്പൊ ഉളുഹിയ്യത്താകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വലിയ മൃഗത്തിന്റെ 7 ഒരു അംശയം വേണം. ആ ഒരു അംശയത്തിൽ ഒരാടിൽ പങ്കു ചേർക്കാൻ പറ്റാത്ത പോലെ തന്നെ ഈ ഒരു അംശയത്തിൽ പങ്കു ചേർക്കാൻ പറ്റില്ല. എന്നാലും അയാളെ വീട്ടിലെ എല്ലാവരോടും ഇത് ഉളുഹിയ്യത്ത് അറുക്കണമെന്നൊരു തലബ് അള്ളാഹുവിൽ നിന്നുണ്ട്. ആ തലബ് വീടാൻ, ആ ആവശ്യം വീടാൻ ഒരാൾ ചെയ്താൽ മതി എന്നാ പറയുന്നർത്ഥം. അപ്പൊ വീട്ടുകാരനായ ആള് ഒറ്റ ഉളുഹിയ്യത്ത് അറുത്താൽ ഉളുഹിയ്യത്ത് അറുക്കണമെന്ന ആ തേട്ടം ഇയാൾ ഈ ചെയ്തതുകൊണ്ട് വീടും. പക്ഷേ ഓരോരുത്തർക്കും ഉളുഹിയ്യത്തിന്റെ കൂലി കിട്ടൂല. കൂലി കിട്ടൽ മറ്റൊരു കാര്യം, നമ്മളോടുള്ള ഒരു തലബ് വീടൽ മറ്റൊരു കാര്യം. ഏതുപോലെ പള്ളിയിൽ കടന്നു വരുന്ന ഏതൊരാൾക്കും തഹിയ്യത്ത് സുന്നത്താണ്. അപ്പൊ തഹിയ്യത്ത് നിസ്കരിക്കണമെന്ന് ഓനോട് തലബുണ്ട്, തേട്ടമുണ്ട്. ശാരിയിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, അല്ലെങ്കിൽ നബിതങ്ങളിൽ നിന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ത്? പള്ളിയിൽ കടന്നാൽ 2 റക്അത്തെങ്കിലും തഹിയ്യത്ത് നിസ്കരിക്കണം. അപ്പൊ ഒരാള് പള്ളിയിൽ കടന്നു വന്നപ്പോ ഇവിടെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുക, നേരെ ആ നിസ്കാരത്തിലേക്കാ വന്നത്. തഹിയ്യത്ത് നിസ്കരിക്കാൻ പിന്നെ അവിടെ നേരം കിട്ടിയില്ല. എന്നാൽ ആ നിസ്കരിച്ച നിസ്കാരം കൊണ്ട് ഈ തഹിയ്യത്തിന്റെ ത്വലബ്, അള്ളാഹുവിൽ നിന്നുള്ള തേട്ടം അതുകൊണ്ട് വീടും. പക്ഷേ തഹിയ്യത്ത് നിസ്കരിച്ച കൂലി കിട്ടില്ല. കൂലി കിട്ടണമെങ്കിൽ തഹിയ്യത്ത് കൂടി അവന്റെ നിയ്യത്തിൽ വരണം. എന്നാൽ ഇവിടെ നിയ്യത്ത് ചെയ്തിട്ടും കൂലി കിട്ടൂല. എന്തുകൊണ്ട്? ഇവിടെ 7 അല്ലെങ്കിൽ ഒരാടിൽ ഒരാളെക്കാൾ പങ്കു ചേർക്കാൻ പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയത് 7 വേണം, അല്ലെങ്കിൽ ഒരാട് വേണം. ആടിന് അതിൻ്റെതായ ഷർത്തുണ്ട്, ഞാൻ പറയാം. എല്ലാ ആടും എന്നല്ല, ആട് അറക്കുകയാണെങ്കിൽ ഒരാട്, എല്ലാ ഷർത്തും മൊത്തം ഒരാട്, ഒരാളെ തൊട്ട്. വലിയ മൃഗത്തെ 7 ആൾ കൂടി പങ്കിട്ട് അറുക്കുകയാണെങ്കിൽ ഒരാളുടെ വിഹിതം 7 അതിൽ ഒരാൾക്കേ പറ്റുള്ളൂ, മറ്റൊരാളെ പങ്കു ചേർക്കാൻ പറ്റില്ല.
അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ കറുത്താലും ആ വീട്ടുകാരോട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഉളുഹിയത്ത് അറുക്കണമെന്ന ആ ശാരിയന്റെ നിർദ്ദേശം, ആ തേട്ടം അത് വീടാൻ ഈ ഒറ്ററവ് മതി. എന്നാൽ കൂലി കിട്ടണ കാര്യത്തിൽ എല്ലാവർക്കും കൂടി പറഞ്ഞ ഓരോ ഉളുഹിയത്തിന്റെ കൂലി ഒരാളർത്താ കിട്ടൂല. പക്ഷേ ഒരു സംഗതി അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉളുഹിയത്തിന്റെ കൂലി എന്നലക്കില്ലെങ്കിലും ഒരു ഇബാദത്ത് ചെയ്തിട്ട് ആ ഇബാദത്തിന്റെ കൂലി മരിച്ചുപോയ ആൾക്ക് ഹദിയ ചെയ്യുന്ന പോലെ അത് ഇവിടെയും പറ്റും. ഒരു ഉളുഹിയത്താ ഞാൻ നടക്കണത്, ഇന്നത്തൊട്ടൊരു ഉളുഹിയത്താ. ഉദാഹരണം പറയാം, എൻ്റെ വീട്ടുകാരുണ്ട്, ഞാൻ വീട്ടുനാഥനാണ്, ഞാൻ ഒരാടാണ് അറക്കുന്നത്, അല്ലെങ്കിൽ വലിയ ഒരു മൃഗത്തിൽ 1/7 പങ്കാണ് എനിക്കുള്ളത്. പക്ഷേ എൻ്റെ വീട്ടുകാരെ തൊട്ടൊക്കെ ആ സുന്നത്തിൻ്റെ തലബ്, അത് അള്ളാഹുവിൽ നിന്നുള്ള തേട്ടം വീടാൻ വേണ്ടി ആ നിയ്യത്തോടെ ഞാൻ ഉളുഹിയത്ത് അറുത്ത് കഴിഞ്ഞാൽ എല്ലാവരെ തൊട്ടും ഉളുഹിയത്ത് എന്ന സംഗതി വീട്ടിൽ നടന്നു. പക്ഷെ എല്ലാവർക്കും ഉളുഹിയത്തിന് കൂലി കിട്ടൂല. കൂലി എനിക്ക് കിട്ടുള്ളൂ. ഉളുഹിയത്ത് എന്ന പ്രത്യേക കൂലി എനിക്കാണ് കൂലി. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഹദറത്തിലേക്ക് അതിൻ്റെ സവാബിനെ എന്ത് ചെയ്യാൻ പറ്റും, ഹദിയ ചെയ്യാൻ പറ്റും. ഇത് മരിച്ച ആളെ തൊട്ട് മാത്രമേ പറ്റുള്ളൂ എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിലും ഫത്താവൽ കുബറിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇമാം റംലിയുടെ അഭിപ്രായത്തിൽ മരിച്ച ആൾക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ആളെ തൊട്ടും, എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, ആ ഉമ്മാൻ്റെ ഗുണത്തിനു വേണ്ടി അതിൻ്റെ സവാബ് ഞാൻ ഹദിയാക്കി, അങ്ങനെ ഹദിയ ചെയ്യാൻ പറ്റുമെന്നാണ് ഇമാം റംലി പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹജറിന്റെ അഭിപ്രായമനുസരിച്ച് മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്യുന്നത് പോലെ, അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി സദഖ ചെയ്യുന്നത് പോലെ ഉളുഹിയത്തർത്തും അവരുടെ ഹദറത്തിലേക്ക് അതിൻ്റെ കൂലി ഹദിയ ചെയ്യാവുന്നതാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഉളുഹിയത്തറുത്ത പ്രത്യേക കൂലി അത് ഉളുഹിയത്ത് ചെയ്ത ആൾക്കുള്ളതാണ്. ഇതുപോലെ ഞാൻ ഖുർആൻ ഓതിയാൽ ഖുർആൻ ഓതിയ കൂലി എനിക്ക് കിട്ടും. അക്കൂലിക്ക് ഒട്ടും കുറയാതെ ഞാൻ ആ ഖുർആൻ ഓതിയതിൻ്റെ സവാബിനെ ഞാൻ ഉദ്ദേശിച്ച ആളുടെ ഹദറത്തിലേക്ക് ഹദിയും ചെയ്യാം. അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ സാധാരണ ഖബറുകൾ ഓതുകയാണെങ്കിലും, മരിച്ച ആൾക്ക് വേണ്ടി വീട്ടിൽ വെച്ച് ഓതുകയാണെങ്കിലും, ഖുർആൻ ഓതി എന്ന നിലക്കുള്ള ഓത്തിൻ്റെ കൂലി നമുക്ക് കിട്ടും. അതിൻ്റെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂലി പോലത്തെ കൂലികളെ ഇരട്ടിച്ചിരട്ടിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാണ്. അപ്പം അല്ലാഹു തആല ആർക്കൊക്കെ വേണ്ടിയാണോ നീ അത് ഹദിയ ചെയ്ത് അവരിലേക്കൊക്കെ അതിൻ്റെ സവാബിനെ എത്തിക്കും. അതാണല്ലോ, അങ്ങനെ ചെയ്യുമ്പോൾ ആ സവാബ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ദുആയും കൂടി നടത്തുക. എന്നാൽ പിന്നെ ഒരു തർക്കവുമില്ലാതെ ചേരുമെന്നാണ്. ദുആയിരക്കുന്നത് എന്തിനാ? നിയ്യത്ത് ചെയ്താൽ മാത്രം ആ കൂലി ചേരുമോ ഇല്ലയോ എന്ന് ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഖുർആനോത്തിലൊക്കെ ആലിമീങ്ങളുടെ ഈ തർക്കമുണ്ട്. ഖുർആൻ ഓതുമ്പോൾ എൻ്റെ ഉമ്മാനെ ഉദ്ദേശിച്ച് ഉപ്പാനെ ഉദ്ദേശിച്ച് ഖുർആൻ ഓതിയാൽ മാത്രം പോരാ, ഓതിയിട്ട് പഠിച്ചവനെ ഇതിൻ്റെ കൂലി എൻ്റെ ഉമ്മയുടെ ഹദറത്തിലേക്ക് ഉപ്പയുടെ ഹദറത്തിലേക്ക് എത്തിക്കണമെന്ന് അയർക്കണം എന്ന പോലെ ഉളുഹിയത്തർത്തു. അത് ഞാൻ ചെയ്തു, എന്നെ തൊട്ടുള്ള ഉളുഹിയത്താണ്, എങ്കിലും റബ്ബേ ഇതിൻ്റെ സവാബ് ഇതിൻ്റെ കൂലിയെ എൻ്റെ മരിച്ചുപോയ ഉമ്മയിലേക്ക് അല്ലെങ്കിൽ ഉപ്പയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് അവരിലേക്കും ഹദിയ ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ വിട്ടുപോകുന്ന സംഗതി ആയതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒറ്റ ഉളുഹിയത്താണ്. ആ ഒരു ഉളുഹിയത്തിൽ തോനാൾ പങ്കെടുക്കാൻ പറ്റൂല, അതൊക്കെ ശരിയാണ്. എന്നാലും അതിൻ്റെ കൂലിയെ നമ്മൾ ഉദ്ദേശിച്ച ആളിലേക്ക് ഹദിയ ചെയ്യാവുന്നതാണ്. ഏതായിരുന്നാലും ഈ ഉളുഹിയത്താകണമെങ്കിൽ ആട്, മാട്, ഒട്ടകം, ഈ 3 ഇനമല്ലാതെ മറ്റൊന്നും ഉളുഹിയത്തിന് പറ്റുകയില്ല. ആടാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആട്
നെയ്യാടല്ല. മക്കയിലൊക്കെ പോയ ആളുകൾക്ക് മക്കയിൽ കാണും നെയ്യാട്. നമ്മുടെ നാട്ടിലും വടക്കേ ഇന്ത്യയിൽ നെയ്യാടിനെ കാണും. നമ്മുടെ രാജ്യത്ത് നെയ്യാട് ഇല്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ 2 ചന്തിയിൽ രോമം അവിടെ മുളക്കാത്ത വിധം നെയ്യിൻ്റെ 2 കട്ടി ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അതിനാണ് ലഅ്ന് എന്ന് പറയുന്നത്. അപ്പം നെയ്യാടാകുമ്പോൾ 1 വയസ്സ് പൂർത്തിയാകണം, അത്ര മതി. നമ്മുടെ നാട്ടിലുള്ള ഈ ആട് അത് മഅ്സ് എന്ന് പറയുക, കോലാട്. അതിന് 1 വയസ്സ് പൂർത്തിയായപ്പോൾ 2 വയസ്സ് തികയണം. അപ്പോൾ ഉളുഹിയ്യത്തിന് വേണ്ടി ആട് വാങ്ങുമ്പോൾ ഏതെങ്കിലും ഒരാട് എന്ന നിലക്ക് വാങ്ങിയാൽ അത് ഉളുഹിയ്യത്ത് ആവുകയില്ല. ഉളുഹിയ്യത്തിൻ്റെ ഷർത്ത് ഒക്കണമെങ്കിൽ നമ്മളെ നാട്ടിലെ ഈ ആട് 2 വയസ്സ് പ്രായം വേണം. ഇനി ആടല്ലാത്ത മാടുകൾ, അത് പശുവാവട്ടെ, മൂരിയാവട്ടെ, അല്ലെങ്കിൽ എരുമയാവട്ടെ, പോത്താവട്ടെ, അതൊക്കെ ഈ പറഞ്ഞപ്പെടും. അതിനും 2 വയസ്സ് തികയണം. അപ്പോഴേ അതും ഉളുഹിയ്യത്ത് എന്ന നിലപാടിൽ അറുക്കാൻ പറ്റുകയുള്ളൂ. ഒട്ടകം, അത് പിന്നെ നമ്മുടെ നാട്ടിൽ അത് ചർച്ച ചെയ്യേണ്ടതില്ല. ചിലതൊക്കെ ഒട്ടകത്തിന് ഉളുഹിയ്യത്ത് ആയി അറുത്തത് വളരെ വിരളമായിട്ട് ഒക്കെ ഉണ്ടാകാം. കഴിഞ്ഞ കാലത്ത് അങ്ങനെ ചിലതൊക്കെ ഇവിടെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അറുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഉളുഹിയ്യത്താകണമെങ്കിൽ 5 വയസ്സ് തികയണം. ഒട്ടകമാകുമ്പോൾ 5 വയസ്സ് പ്രായം തികഞ്ഞ ഒട്ടകത്തെ ഉളുഹിയ്യത്തായി അറുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും കഴിയില്ല. ഏറ്റവും അഫ്ളല് കഴിയുമെങ്കിൽ ഒരാൾ ഒറ്റക്കായി ഒരൊട്ടകത്തെ അറുക്കുക, അതാ ഏറ്റവും ശ്രേഷ്ഠമായത്. ഒട്ടകത്തിന് കഴിയില്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിലും സാധനം കിട്ടൂല നമ്മുടെ നാട്ടിലെ പോലെ, എന്നാൽ പിന്നെ വലിയൊരു മൃഗത്തെ അറുക്കുക, ഒറ്റക്ക് പങ്കുചേരലല്ല, അതാണ് അഫ്ളൽ. അതിനും കഴിയില്ലെങ്കിലാണ് പിന്നെന്ത് പറയുന്ന ആട്. ഇനി മറ്റൊരു വലിയ മൃഗത്തിൽ പങ്കുചേരലും ഒറ്റക്ക് ഒരാടിന് അറുക്കലും നോക്കിയാൽ അഫ്ളല് ശ്രേഷ്ഠമായത് ഒറ്റക്കൊരാടിന് അറുക്കലാണ്, മറ്റൊന്നിൽ പങ്കുചേരൽ അല്ല. ചിലപ്പോ പങ്കുചേർന്നാൽ ഒരു പോത്തിന് വലിയ വില ഉണ്ട്. അപ്പോൾ ഒരു പങ്കിന് തന്നെ ഒരാട് വാങ്ങണേക്കാണ് പൈസ കൊടുക്കണം. എന്നാലും ശരി, ഒറ്റക്കൊരു മൃഗം അറുക്കുക എന്നേൽക്ക് ഒരാടിന് അറുക്കല അഫ്ളൽ. ഏതുപോലെ നിസ്കാരത്തിൽ നമ്മൾ ഓതുമ്പോൾ വലിയൊരു സൂറത്തിൻ്റെ അൽബക്കറ സൂറത്ത് വലിയ സൂറത്താണ്, 2 ചില്ലാൻ ജുസുണ്ട്. അപ്പോൾ ഒരു ജുസു തന്നെ ഉണ്ട് എന്ന് വെക്കുക. പക്ഷേ അതൊരു കാമിലായ സൂറത്തല്ല, പരിപൂർണ സൂറത്തല്ല. പരിപൂർണമായൊരു സൂറത്ത് ഓതലും വലിയൊരു സൂറത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഓതലും നോക്കിയാൽ പരിപൂർണമായ സൂറത്ത് ഓതലാണ് അഫ്ളൽ. കാരണം അതൊരു സൂറത്തും കാമിലത്താണ്. ഇപ്പറഞ്ഞ് കുറേ വലിപ്പുണ്ടെങ്കിലും മറ്റൊന്നിൻ്റെ ബഅദ് അതിൻ്റെ സ്വല്പമാണ്. എന്ന പോലെ വലിയൊരു മൃഗത്തിൽ പങ്കു ചേർന്നാൽ പൈസ കൂടുതൽ കൊടുത്താലും അതൊരു മൃഗത്തിൻ്റെ ബഅദ് അതിൻ്റെ സ്വല്പം എന്ന ഒരു നിലപാട് അതിനുണ്ട്. അതേ സ്ഥാനത്ത് ഒരാടിനെ അറുത്താൽ സ്വന്തം ഒരാടിനെ അറുത്തും. അതാണ് ഇവിടെ അറിവ് നടത്തുക എന്നത് തന്നെ, അതിൻ്റെ രക്തം ഒഴിപ്പിക്കുക, അതാണല്ലോ, അത് തന്നെ ഒരു വലിയ ഫضലുള്ള സംഗതിയാണ്. 7 ആളുകൾ എടുത്താൽ 7 വട്ടം ഇറാഖത്തുദ്ദം, രക്തം ഒഴിപ്പിക്കൽ അള്ളാഹുവിൻ്റെ വജുഹിന് വേണ്ടി അവിടെ വന്നു. 7 ആൾ കൂടി ഒരു പോത്തിനെ വാങ്ങിയാൽ 1 വട്ടേ അവിടെ ഇറാഖത്തുദ്ദം, രക്തം ഒഴിക്കൽ വരുന്നുള്ളൂ. അപ്പം ഈ രക്തം ഒഴിപ്പിക്കുക അന്നത്തെ ദിവസം എന്നതിൽ ഒരു ഫضൽ ഉള്ളത് കൊണ്ടാണ് ചിലരുടെ അഭിപ്രായത്തിൽ ഒന്നിനും കഴിയാത്ത ആള് പെരുന്നാൾക്ക് ഒരു കോഴിയെങ്കിലും ഉറക്കുക. പഴയ ആൾക്കാരൊക്കെ പറയില്ലേ പെരുന്നാക്കാക്കാനുള്ള കോഴിയാണ്. അപ്പം അതിനൊരു ഫضലാണത്. ഇനിയിപ്പോൾ എല്ലാവരും കോയ്മ കൂടണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞ ഒന്നിനും കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം ഇറാഖത്തുദ്ദമ്, രക്തം ഒഴിപ്പിക്കൽ എന്നൊരു ഫضൽ കിട്ടാൻ ഒരു കോഴിയെങ്കിലും അറുക്കുക, അങ്ങനെ ആ സുന്നത്ത് വീട്ടുക എന്ന്
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഈ റിപ്പോർട്ടിനെ ആസ്പദമാക്കി പണ്ഡിതന്മാരിൽ ചിലർ ഇതിനൊന്നും കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും മതി, ഒരു കോഴി അറുത്താലും മതി എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഇടയിൽ പറഞ്ഞതാണ്. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട പരിഗണിക്കപ്പെട്ട മൃഗങ്ങൾ 3 മൃഗമാണ് നമ്മൾ പറഞ്ഞത്: ആട്, മാട്, ഒട്ടകം. മറ്റൊരു മൃഗത്തിനെയും ഉളുഹിയ്യത്തായി അറുക്കാൻ പറ്റില്ല. അറുക്കപ്പെടുന്ന വസ്തു തന്നെയാണ് നമ്മൾ കഴിക്കുന്ന, അതിനെ അറുത്ത് ഭക്ഷിക്കാൻ പറ്റും. ഭക്ഷിക്കപ്പെടുന്ന ലഹമാണ്, മാംസമാണ്, അതിൻ്റെ മാംസം ഒക്കെയാണെങ്കിലും അത് ഉളുഹിയ്യത്തായി അറുക്കാൻ പറ്റൂല. ഉളുഹിയ്യത്ത് ഈ 3 ഇനത്തിൽ നിക്ഷിപ്തമാണ്. ഇനി അതിന് തന്നെയും ചില ഷർത്തുകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി അതിൻ്റെ വയസ്സിൽ ഉള്ള ഷർത്ത് അത് എപ്പോഴും നമ്മൾ കണക്കാക്കേണ്ടതാണ്. ചിലർ ആട് വാങ്ങും, അതിന് വയസ്സ് അന്വേഷിക്കൂല. അല്ലെങ്കിൽ ഒരു പോത്ത് വാങ്ങും, വയസ്സ് നോക്കൂല. അത് ശരിക്കും പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ ആടാണെങ്കിലും മാടാണെങ്കിലും 2 വയസ്സ് തികഞ്ഞിരിക്കണം. വയസ്സ് തികഞ്ഞോ ഇല്ലേ എന്ന വിഷയത്തിൽ കച്ചവടക്കാരനെ ആസ്പദമാക്കാൻ പറ്റുമോ? അതും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ അത് സംബന്ധിച്ചും കാണാം. വിറ്റാള് പറഞ്ഞു ഇതിന് വയസ്സ് 2 വയസ്സായിട്ടുണ്ട്. അവിടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അവന്റെ അരികിൽ നിന്ന് തന്നെ പ്രസവിച്ചതാണ്. ഇപ്പം കച്ചവടക്കാരനല്ല, ഇപ്പം വളർത്തിയതാണ്. അവന്റെ അരികിൽ നിന്ന് പ്രസവിച്ച ആടാണ് അല്ലെങ്കിൽ ഒരു മാടാണ് ഒക്കെ എങ്കിൽ അവന്റെ ആ ഒറ്റ വാക്ക് തന്നെ മതി. വെറും കച്ചവടക്കാരാവുമ്പോൾ അവർക്കിത് വിറ്റു ഓല ആവശ്യം. നമ്മൾ ഉളുഹിയ്യത്ത് ശരിയായാലും ഓല ആവശ്യത്തിൽപ്പെട്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ വാക്ക് മാത്രം ആസ്പദമാക്കിക്കൂടാ. നമുക്കൊരു ലന്ന് കിട്ടണം. 2 വയസ്സ് ആയിട്ടുണ്ട് എന്നൊരു മികച്ച ഭാവനെങ്കിലും നമുക്ക് കിട്ടിയെങ്കിലേ അത് ഉളുഹിയ്യത്തായി കണക്കാക്കപ്പെടുകയുള്ളൂ. ഇനി ഇതൊക്കെ ഒത്താ തന്നെയും പിന്നെ ഉണ്ടാകേണ്ടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട്. അതെന്താ? ഐബുള്ളതാകാൻ പാടില്ല. ഐബുള്ള ഒരു വസ്തുവിനെ നീ ഉളുഹിയ്യത്ത് എന്ന നിലക്ക് അറുത്താൽ അത് സഹിയാവൂല. എല്ലാ ഐബിനെ തൊട്ടും മുക്തമായിരിക്കണം. എത്ര വരെ അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കയ്യും കാലും കെട്ടിയിട്ടപ്പോൾ ഇതിന്റെ കൊതരൽ കാരണമായിട്ട് അറുക്കണീന് മുമ്പ് ഐബ് പറ്റി. ആ ഐബടക്കം പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോ അതിനെ കെട്ടി കൂട്ടി തള്ളിയിടുമ്പോഴടക്കം ശ്രദ്ധിക്കണം എന്നർത്ഥം. കേവലം ഇറച്ചിക്ക് വേണ്ടി അറക്കുമ്പോൾ അറുവരിപ്പ് അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല. ഏതായാലും ഇറച്ചിയാക്കാനുള്ളതല്ലേ. അതുപോലെ ഇതിനെ ചെയ്തുകൂടാന്നർത്ഥം. അപ്പൊ ഐബുകൾ പറ്റുന്നത് വളരെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ അറക്കണ സമയത്ത് തന്നെ നമ്മൾ വാങ്ങുമ്പോഴും ഐബില്ലാത്തത് തന്നെ നോക്കി വാങ്ങണം. ഐബുള്ളീനാവുമ്പോൾ പൈസ കുറച്ച് മതി. പിന്നെ ജായുന്നേരം എത്ര ഗതിട്ട് അറക്കണ്ടല്ലോ. കുറഞ്ഞ പൈസ കിട്ടും ഐബുള്ളതായതുകൊണ്ട്. ഐബിനെ തൊട്ട് മുക്തമായതാവുമ്പോൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും. നല്ല പൈസ കൊടുത്താണ് ഏറ്റവും അഫവൽ. ഏറ്റവും ആ കന്നിന്റെ കൂട്ടത്തിൽ വെച്ച് അഴകുള്ള ചൊറുക്കുള്ള കന്നിനെ, അതാണ് ഉളുഹിയ്യത്തായി നമ്മൾ കൊണ്ടുവരേണ്ടതും അറുക്കേണ്ടതും. അപ്പൊ പൈസയുടെ ലാഭം നോക്കിയിട്ട് ഐബുള്ളതിന് പറ്റില്ല. ഇനി അതിൽ തന്നെ ഐബ് എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ തന്നെ ഐബ് തോന്നിക്കുന്നതും മാംസത്തിൽ കുറവ് വരുത്തുന്നതും വിലയിൽ കുറവ് വരുത്തുന്നതുമായ ഐബുകൾ ഉണ്ട്. അതിൽ കാഴ്ചയിൽ കുറവ് വരുത്തുന്നതാണ് കൊമ്പ് പൊട്ടിപ്പോയി, കൊമ്പില്ല. കൊമ്പ് പോയി എന്നത്
ഈ വിഷയത്തിൽ ഒരൈബായി കണക്കാക്കപ്പെടില്ല. അതേ സ്ഥാനത്ത് ചെവി മുറിച്ചത് അല്ലെങ്കിൽ ചെവി പാടെ ഛേദിച്ചു കളഞ്ഞത് തമിഴ്നാട്ടിലെ കന്നുകളിൽ ധാരാളം അങ്ങനെ കാണും. കൊമ്പിന്റെ നീളം ചുരുക്കിയിട്ട് ഒരു ചെറിയ കൊമ്പാക്കും, അതിനോടൊപ്പിച്ച് ചെവി ചെത്തിയിട്ട് കൊമ്പിനെ പോലെ ചെവിയാക്കും. അങ്ങനെ തമിഴ്നാട്ടിൽ ധാരാളം കന്നുകൾ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ ചെവി മുറിച്ചു കളഞ്ഞ് പറ്റില്ല. എത്ര വരെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ദൂരെ നിന്ന് നോക്കുന്ന ആൾക്ക് ചെവി മുറിച്ചു എന്നറിയില്ല, അത്രമാത്രം ചെറിയൊരു ഒരു കട്ടേ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത് നോക്കിയാൽ ചെവി മുറിച്ചിരിക്കുന്നു, അതടക്കം പറ്റില്ല. കണ്ണിന്റെ കാഴ്ച പോയ മൃഗം അർക്കാനുള്ളതല്ലേ, ഇതെന്തിനാ കാഴ്ച എന്ന് വെച്ചിട്ട് ആ കാഴ്ച അല്ലാത്ത മൃഗം പറ്റുമോ? പറ്റില്ല. ചൊറി പിടിച്ച മൃഗം അത് പിന്നെ ആളുകൾക്ക് കഴിക്കാൻ തന്നെ വെറുപ്പായിരിക്കും. അപ്പൊ ചൊറി പിടിച്ചത്, അല്ലെങ്കിൽ കാലിന് മുടന്തുള്ളത്, ഇങ്ങനെ വിലയിലൊക്കെ ചുരുക്കം വരുത്തുന്ന, അതുപോലെ രോഗമുണ്ടായതുകൊണ്ട് അത് മെലിഞ്ഞിരിക്കുന്നു, മാംസത്തിന് ചുരുക്കം വരുത്തിയിരിക്കുന്നു, അങ്ങനത്തെ വസ്തു. അപ്പൊ ഏറ്റവും നല്ലതിനെ നോക്കി അറുക്കണം. അതാണ് പഴയ ആളുകളൊക്കെ ഉലഹിയത്തിന് വേണ്ടി കന്നു വാങ്ങാൻ പോകുമ്പോൾ വളരെ നേരത്തെ തന്നെ കന്നിയന്തി പോവും. ഇതിനു വേണ്ടി തെരവിൽ പെടാതിരിക്കാൻ വേണ്ടി നല്ലത് നമുക്ക് കിട്ടണം എന്നിരക്ക്. അപ്പൊ എല്ലാരും വാങ്ങല് കഴിഞ്ഞ് തെരവ് മാത്രമേ ഇനി അവിടെ ഉള്ളൂ. അതിലുള്ളത് നോക്കി നല്ലത് വാങ്ങാൻ ഒരാൾ ശ്രമിച്ചാൽ ഈ പറയപ്പെട്ട ഐബിനെ തൊട്ട് പോയി മുക്തമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അയാൾക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ അയാൾ വാങ്ങിയത്. ഏതായിരുന്നാലും ഏറ്റവും നല്ലതിനെ അറുക്കാൻ വേണ്ടി ശ്രമിക്കണം, ഐബുകളിൽ നിന്ന് മുക്തമായ രീതിയിൽ. പിന്നെ അവിടെ മറ്റൊന്ന് പറയാനുള്ളത്, നേരത്തെ നമ്മൾ അതിലേക്ക് സൂചിപ്പിച്ചു വെച്ചു. ഒരാൾ സ്വന്തമായി അറുക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ഒറ്റ ആടറുക്കലായിട്ടും നല്ലത്. ഇനി വലിയ മൃഗത്തിൽ പങ്കുചേരുക, അതും പറ്റും. 7-1 കുറയാത്ത വിഹിതം. അപ്പൊ 7-1 കൂടുതലാണെങ്കിൽ അതും പറ്റും. അൽഹംദുലില്ലാഹ്. ഒരു വലിയ മൃഗം ഒരാൾ ഒറ്റക്കറുക്കാണ്, എന്നാലും പറ്റും. പക്ഷേ 7-1 ചുരുങ്ങരുത്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പൊരാൾ ലേഖനം എഴുതി, അതായത് പറയാൻ കാരണം, മാംസക്കച്ചവടക്കാരൻ ഇറച്ചിക്ക് വേണ്ടി അറക്കുക. അപ്പൊ ഓനായിട്ട് അതിന്റെ 7-1 കച്ചവടമാക്കിയാണ്. ആ പോത്ത് 70 കിലോ ഉണ്ടെങ്കിൽ അതിന്റെ 7-1 10 കിലോ നോട്ടിക്കൊള്ളി, 10 കിലോ ഇറച്ചി ഇയാൾ കച്ചവടമാക്കി. എന്നിട്ട് ആ 10 കിലോ വാങ്ങിയിട്ട് ഇയാൾ ഉലഹിയത്തായിട്ട് കൊടുത്തു. എന്നാ പറ്റൂല. അത് അർക്കപ്പെടുന്ന ഉലഹിയത്തായിട്ട് അർക്കപ്പെടണം. ആ നീയത്തോട് അർക്കപ്പെടുമ്പോൾ അതിൽ നിന്നുള്ള ഒരു നമ്മൾ പറയുന്നു. ബാക്കി ഓഹരി എന്തുമാകാം. 7 കാരണങ്ങൾക്ക് വേണ്ടി 7 കൂട്ടർ പങ്കായി, എന്നാലും പറ്റും. ഒരാൾക്ക് ഉലഹിയത്താണ്, വേറൊരാൾക്ക് ഹജ്ജിന് പോയ സമയത്ത് മിനയിൽ വെച്ചായി നൂട്ട. ഹജ്ജിൽ നിർബന്ധമായ അറവാണ്, ഒരാടിനെ അയാൾ ഇറക്കേണ്ടത്. ഇതിനിപ്പോ 7 പങ്കായി. വേറെ ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു, ആ കുട്ടിക്ക് അക്കീക്ക് ഇറക്കണം, വേറൊരാൾ അങ്ങനെയായി. വേറൊരാൾക്ക് വീട്ടിലെന്തോ ഒരു സൽക്കാരുണ്ട്, കുറച്ച് ഇറച്ചി കിട്ടണം, അയാൾക്ക് വെറും ഇറച്ചി ഉദ്ദേശം. ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ വെച്ചാണ് പങ്കാണെങ്കിലും അതിലും കുഴപ്പമില്ല. പക്ഷെ 7-1 എന്താവരുത് എന്നേ ഉള്ളൂ. അപ്പൊ 2 ആൾ കൂടി ഒരു മൃഗം വാങ്ങിയാലോ അതും പ്രശ്നമില്ല, ഉലഹിയത്താവും. പണ്ടൊരു ക്ലാസ്സിൽ
ഞാൻ ഇത് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാതെ ചില മനസ്സിലാക്കി 7 ചുരുങ്ങി പങ്കാളികളായ സഹിയാവില്ല. അങ്ങനെയല്ല, 7 ചുരുങ്ങി പങ്കാളികളാകാം. 2 ആൾക്ക് കൂടി ഒരു കന്നിനെ വാങ്ങി ഉലഹിയത്തായി ഇറക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഒരു സുബഹ് 7-1 അതിൽ വിഹിതം വെക്കൽ വരാതെ സൂക്ഷിക്കലാണ് നല്ലത്. എന്നാൽ ഒരു പൂർണ്ണമായ ഉലഹിയത്ത് ഇപ്പം 2 ആൾ കൂടിയിട്ട് ഒരു പോത്തിനെ വാങ്ങി, 2 ആൾക്കും പകുതിയും പകുതിയാണ്. അപ്പൊ 7 ഓഹരിതാക്കുമ്പോൾ 3.5 ഇയാൾക്കും 3.5 മറ്റേ ആൾക്ക്. ഇങ്ങനെ വരുമ്പോൾ ഈ അര കൊണ്ട് ഒരാളെ മേലെ ഉലഹിയത്താക്കാൻ പറ്റൂല. അപ്പോൾ ഒരാൾ 3 മറ്റേ ആൾ 4 ആണെങ്കിൽ ആ 4 എടുത്ത ആൾക്ക് ഒരാളെയും കൂടി പേരിലുള്ള ഉലഹിയത്താക്കാം. അപ്പൊ 4 ഉലഹിയത്താക്കാൻ പറ്റും. മറ്റേ ആൾക്ക് 3 ഉലഹിയത്തും. 2 ആളും 3.5 ആക്കിയാൽ 6 ഉലഹിയത്തെ ഇവിടെ വരുന്നുള്ളൂ. ഒരാളിപ്പോൾ വേറെ ആരും കൂട്ടില്ല, അയാൾ ഇന്ന തൊട്ട് മാത്രം പിന്നെ ഒരു പ്രശ്നമില്ല. 2 ആൾ കൂടിയിട്ട് നമ്മക്ക് ഉണ്ടാക്കുള്ളൂ ഉലഹിയത്ത്, വേറെ ആരും പങ്കാക്കണില്ല. നമ്മൾക്ക് യഥാർത്ഥത്തിൽ വലിയൊരു പോത്തൊക്കെ ഒരാൾ മാത്രം വാങ്ങുകയാണെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള 7 ആളെ തൊട്ട് അവൻ്റെ മകൻ അല്ല അവൻ്റെ ഭാര്യ അവൻ്റെ 5 മക്കൾ, അപ്പോൾ 5 2 7 പേരുടെ ഉലഹിയത്തിനായി അത് അറക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഒരാൾ എൻ്റെ ഉലഹിയത്ത് മാത്രമായിട്ട് തന്നെ ഇതിനിറക്കുകയാണ്, ഒരു വലിയ മൃഗത്തിനെ ഇറക്കുകയാണ്, ഇരുപന്തിയോടൊന്നുമില്ല എന്ന പോലെ 2 ആൾ മാത്രം ചേർന്നിട്ട് വലിയൊരു മൃഗം വാങ്ങി. ഓല് 2 ആളും വേറെ ആരും പങ്കൂട്ടില്ല. ഒരാള് ഇയാളുടെ വിഹിതം അയാളെ ഉലഹിയത്തായും മറ്റേ ആളെ വിഹിതം അയാളെ ഉലഹിയത്തായും ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് 7-1 ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിലൊക്കെ ഓരോരുത്തരെ നമുക്ക് പങ്കാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ വലിയൊരു മൃഗം വാങ്ങുകയാണെങ്കിൽ ആ മൃഗത്തിൽ വലിയ മൃഗത്തിൽ നമുക്ക് വേറെ 6 ആളുകളും കൂടി പങ്കാക്കിയാൽ അവർക്കൊക്കെ അതിൻ്റെ കൂലിയും കൂടി കിട്ടും, ഉലഹിയത്തിൻ്റെ കൂലി കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഉലഹിയത്തിൽ പങ്കാക്കാൻ പറ്റൂല. ഒരു ഉലഹിയത്ത് നടത്തിയാൽ അയാളുടെ വീട്ടിലുള്ള അയാൾ ചെലവെടുക്കുന്ന നിർബന്ധമായവരെ തൊട്ട് അതിൻ്റെ തലബ് അവരോടുള്ള ആ ഷാരിയിൽ നിന്നുള്ളത് ആവശ്യം, ഉലഹിയത്ത് അറക്കണമെന്ന ആ ആവശ്യം ആ വീട്ടുകാരോട് ഒന്നിച്ചുള്ളൊരു ആവശ്യം അതും നിർവഹിച്ചു. തലബ് വീടി ഓരോരുത്തർക്കും കൂലിയിട്ടില്ല. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഓരോരുത്തരും അറക്കണം. അപ്പൊ 7 ആളുകൾ ഒരു വീട്ടിലുണ്ട്, ആ വീട്ടുനാഥം വലിയൊരു മൃഗം അറക്കാണ്. എന്നാൽ ഈ ഓരോ 7-1 ഓരോരുത്തരെ തൊട്ട് എന്ന നിലക്ക് അർത്താൽ എല്ലാവരും ഉലഹിയത്ത് കിട്ടി. അവിടെ 2 ആൾ പങ്ക് ചേർന്ന് 3.5 ആക്കിയാൽ 2 ആൾക്കും 3 ആളുകളെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. എന്നല്ലാതെ 2 ആളും കൂടി കൂടിയിട്ട് അര ഒരാൾക്ക് ഉലഹിയത്ത് കരുതി അതുകൊണ്ടാവില്ല. ഒരാളുടേതായി ഒരു വിഹിതം വരണം, അത് 7-1 ചുരുങ്ങാതെ വരണം. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അവിടെ തന്നെയും ഒരു മസലയുണ്ട്. അതെന്താ? ഈ നേർച്ചയായ ഉലഹിയത്ത്. ചിലർ ഉലഹിയത്ത് നേർച്ചയാക്കും, ചിലർ അവിചാരിതമായി അവന്റെ പറച്ചിലോട് നേർച്ച ആയിപ്പോവും. അതും വളരെ ശ്രദ്ധിക്കണം. എത്രമാത്രം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാള് മുറുകേറ്റ് ഇങ്ങനെ വരാ, പുത്തനത്താണിന്ന് ഒരു പോത്തിനും വാങ്ങി വരാ, എന്താ അത് കോള്? അത് ഉലഹിയത്തർക്കുള്ളതാ, എന്റെ ഉലഹിയത്ത. ഇങ്ങനൊക്കെ പറഞ്ഞു പോയാൽ ഞാൻ ഒരു ഉലഹിയത്തറുക്കാൻ അള്ളാഹുവിനോട് ഏറ്റെടുത്തൊരു പരുവത്തിൽ ആ വാക്ക് വന്നു. അവിടെ വാക്കിനാ പരിഗണന, നിയ്യത്തിനല്ല. നമ്മുടെ ഇബാദത്തുകളിൽ അങ്ങനെ വ്യത്യാസങ്ങളുടെ സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് നിയ്യത്തിനാ പരിഗണന, വാക്കിന് പരിഗണനല്ല. ചിലയിടത്ത് വാക്കിനാ പരിഗണന, നിയ്യത്തിന് പരിഗണനല്ല.
അല്ലേ? ഒരാൾ തലാക്കാണ്ട് ചൊല്ലി ഭാര്യയോട്, എൻ്റെ തലാക്ക് 3 ഞാൻ ചൊല്ലിയായിരുന്നു. പിന്നെ ഇപ്പം പറഞ്ഞ തമാശക്കാരൻ, നീ തലാക്ക് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ഉദ്ദേശം അവിടെ നോക്കൂല, ഞാൻ പറഞ്ഞുകൊണ്ട് തലാക്കായിപ്പോയി. ഒരാൾ വഖഫ് ചെയ്തു, വഖഫിൻ്റെ വാക്ക് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ലായിരുന്നു, പറഞ്ഞ കാര്യമില്ല. ഞാൻ ഈ സാധനം ഇന്ന പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഇന്ന ദർസിലേക്ക് അല്ലെങ്കിൽ ഇന്ന വിഷയത്തിലേക്ക് വഖഫാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയലോടെ അത് വഖഫായിപ്പോയി. ഞാൻ അവിടെ ഉദ്ദേശം നോക്കൂല. അതേ സ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ ഉദ്ദേശത്തിനാ പരിഗണന, പറച്ചിലിന് പരിഗണന ഉണ്ടാവില്ല. ഉദ്ദേശം അനുസരിച്ച് ഒരാൾ കബറങ്ങലേക്ക് നേർച്ചയാക്കി, മമ്പുറത്തേക്ക് നേർച്ചയാക്കി. മമ്പുറത്തേക്ക് നേർച്ചയാക്കിയപ്പോൾ അവൻ്റെ ഉദ്ദേശം മമ്പുറത്ത് നടക്കുന്ന ആ ദർസിലേക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മമ്പുറത്ത് തങ്ങൾക്ക് വേണ്ടി പറഞ്ഞാലും ഉദ്ദേശം അതാണ്. അല്ലെങ്കിൽ മമ്പുറത്തിരുന്ന് ഓതുന്ന ഓത്തേർക്ക് എന്ന് അവൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ മമ്പുറത്തിൻ്റെ അവിടുത്തെ ജാറത്തിൻ്റെ കാര്യമൊക്കെ നോക്കി നടത്തണം അവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അയാൾ ഉദ്ദേശിച്ച ഉദ്ദേശത്തിനാ പരിഗണന. അപ്പം ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉദ്ദേശം പരിഗണിച്ച് വാക്കുകൾക്ക് പരിഗണന ഉണ്ടാവില്ല, ചില സ്ഥലത്ത് വാക്കുകൾക്കാകും പരിഗണന, ഉദ്ദേശം ഉണ്ടാവില്ല. അപ്പം അവിടെ പറഞ്ഞത് അവൻ്റെ വാക്കിൽ അവൻ്റെ ഉദ്ദേശത്തിൽ അതൊന്നും ഉണ്ടാവില്ല, നേർച്ചയാക്കലൊന്നും ഉണ്ടാവില്ല. പക്ഷേ നേർച്ചയാക്കും വിധത്തിലുള്ള വാക്ക് അവൻ്റെ നിന്ന് വന്നു പോയാൽ അത് നേർച്ചയാവും. നേർച്ച ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല, അപ്പം പിന്നെ കുറേ പ്രശ്നങ്ങൾ വരും. നേർച്ചയാക്കപ്പെട്ട മൃഗത്തെ അറുത്താൽ അത് ഫുള്ള് പാവപ്പെട്ടവർക്ക് ഫുഖറാവ് മസാക്കിന് കൊടുക്കല്ലാതെ സ്വന്തമായി എടുക്കാനോ മുതലാളിമാർക്ക് ഒക്കെ നമ്മൾ അടുത്ത വെക്കാരെല്ലാം വിചാരിച്ച് കൊടുക്കാനോ പറ്റൂല. അങ്ങനെ കൊടുക്കാൻ പറ്റണമെങ്കിൽ നേർച്ചയല്ലാത്തതേ പറ്റുള്ളൂ. നേർച്ചയാക്കപ്പെട്ടതിൻ്റെ ഫുൾ അതിനെല്ലാം അത് തസദ്ദുഖ് തന്നെ, സദഖ ചെയ്യൽ തന്നെ. അപ്പൊ നേർച്ചയിൽ വളരെ അങ്ങേറ്റം സൂക്ഷിക്കണം. എന്നാൽ വളരെ എന്തായി വരുന്ന ഗുരുതരമായി വരുന്ന ഒരു തെറ്റാണ് ഈ പറഞ്ഞത്. പലപ്പോഴും സാധനം കൊണ്ടുവരുമ്പോൾ ഒറ്റ വാക്കറിനെ പോരെ, ഇതെന്താ കൂള്, അത് അറബിനുള്ളതാണ്, പെരുന്നാക്കാർക്കുള്ളതാണ്. എന്നാലൊന്നും ഇപ്പം ഈ ഉലുഹിയ്യത്ത് ആയി അല്ലെങ്കിൽ ഉലുഹിയ്യത്തായി ഏറ്റെടുത്തു ആ സംഗതിയൊന്നും വരുന്നില്ല. അതേ സ്ഥാനത്ത് അത് ഉലുഹിയ്യത്ത് ആക്കി അവൻ നിർണയിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ അത് നേർച്ചയുടെ വിധി അതിന് വന്നു. പിന്നെ ചില ആമ്മത്തുന്നാസ് ഇതൊന്നും അറിയില്ല, വളരെ പാവപ്പെട്ട ജനങ്ങൾ ഇതൊന്നും അറിയില്ല, അവരെ വാക്കുന്ന അങ്ങനെ വന്നു പോയി. എന്നാൽ ആ ഇനി വരാനല്ല, അങ്ങനെ വന്നു പോയതിനെ പറ്റിയുള്ള പറയാണ്. അങ്ങനെ വന്നു പോയാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം മുത്തഫറാണ്, പൊറുക്കപ്പെടുമെന്നൊരു കീല, ഒരു ചെറിയ അഭിപ്രായം ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിം റഹ്മത്തുള്ള പോലത്തവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കാലത്ത് അങ്ങനെയൊന്നും സംഭവിച്ചു പോയെങ്കിൽ നമ്മൾ അതനുസരിച്ച് അത് വെക്കുക. മേലിൽ അങ്ങനെ വരുന്നത് നമ്മൾ സൂക്ഷിക്കുക. നേർച്ചയാക്കിയാൽ നേർച്ചയിൽ നിന്ന് ഒന്നും നമുക്ക് സ്വന്തം എടുക്കാൻ പാടില്ല. ഒക്കെ അതിനെ മുഴുവൻ സദഖ ചെയ്യണം, സദഖയുടെ അർഹരായ ആളുകൾക്ക്. അപ്പം മുതലാളിമാർക്ക് കൊടുക്കണതും പറ്റൂല, സ്വന്തം വീട്ടിലേക്ക് എടുക്കണമെന്നും പറ്റൂല. അപ്പം ചില ആളുകളൊക്കെ ഉലുഹിയ്യത്തിന് നേർച്ചയാക്കലുണ്ട്, എന്നിട്ട് നേർച്ചയാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും, കുറച്ചുകൂടി കൊടുക്കും. അത് പറ്റൂല. നമ്മുടെ സാധാരണ ഉലുഹിയ്യത്ത് നേർച്ചയൊന്നുമല്ല, സുന്നത്തായ ഉലുഹിയ്യത്താണ്. എന്നാൽ ആ ഉലുഹിയ്യത്തിൽ സ്വന്തം എടുക്കാം, മുതലാളിമാർക്ക് കൊടുക്കാം, ഏറ്റവും ചുരുങ്ങിയൊരളവെങ്കിലും പാവപ്പെട്ട ഫക്കീർ മിസ്കീന്മാർക്ക് കൊടുക്കണം. അത് നിർബന്ധം. ഏറ്റവും ചുരുങ്ങിയൊരു കതറായാലും മതി. അത് വേവിച്ചു കൊടുത്താൽ പറ്റൂല, പച്ചയായി തന്നെ മാംസമായി തന്നെ കൊടുക്കണം. പക്ഷെ ഏറ്റവും അഫ്ളല് അവൻ എടുക്കുന്നത് കുറച്ചെടുക്കുക, അത് കരളിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിരിക്കും എടുക്കേണ്ടത്. ഏറ്റവും അഫ്ളൽ അതാണ്. ഇനി പരമാവധി അവൻ എടുക്കുകയാണെങ്കിൽ 1/3 കൂടാത്ത അത്ര എടുത്താൽ മതി. എടുത്തു വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ കതിര് പാവപ്പെട്ട ആളുകൾക്ക് സദഖ ചെയ്തു, ബാക്കി എല്ലാം കൂടി ഓൻ തന്നെയാണ് എടുത്തു, വേറെ ആർക്കും ഒന്നും കൊടുത്തില്ല. പ്രശ്നമൊന്നുമില്ല. ഉലുഹിയ്യത്തും വീടും, ഓൻ്റെ ഇറച്ചിൻ്റെ ആവശ്യം വീടും.
പെരുന്നാളിൻ്റെ തന്നെ കല്യാണം, കല്യാണത്തിന് കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം, അതിനെങ്കിലും കന്ന് വാങ്ങണം. അപ്പോൾ ഉളുയ്യത്തും ആക്കി, കല്യാണമാക്കി. ഉളുയ്യത്തിൻ്റെ ആയത് വിടാൻ വേണ്ടി പാവപ്പെട്ടാർക്കോ കുറച്ച് ഇറച്ചി കൊടുത്തു, ബാക്കിയൊക്കെ അവൻ്റെ കൊടുക്കുക തന്നെ. എന്നാലും ഉളുയ്യത്ത് വിടും, പക്ഷെ എൻ്റെ വെളിവ് അല്ലാഹ്ക്ക് അറിയും ചെയ്യും. അതുകൊണ്ട് ഉളുഹിയ്യത്ത് ഇറക്കുമ്പോൾ ഏറ്റവും നല്ലത് കുറച്ച് നമ്മൾ എടുക്കാം. പറഞ്ഞതിന് നേരെ മാറ്റം, അത് കരളിൻ്റെ ഭാഗത്ത് നിന്നാവുക, ബാക്കിയൊക്കെ സദക്ക ചെയ്യാം. ഇനി സദക്ക ചെയ്യാതെ കുറച്ച് മുതലാളിമാരൊക്കെ ഉണ്ട് നമ്മൾ അടുത്ത അയൽപക്കത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ, ഇവർക്കൊക്കെ കൊടുക്കണമല്ലോ. അവരൊന്നും ഈ സദക്ക സ്വീകരിക്കാൻ പറ്റിയ കൂട്ടത്തിൽപ്പെട്ടവരല്ല താനും. എന്നാൽ സുന്നത്തായ ഉളഹിയത്താവുമ്പോൾ ഓർക്കും കൊടുക്കാം. അതാണ് പഴയ ആളുകളൊക്കെ 3 വിഹിതം ചെയ്യും. 1 വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത്, 2ാമത്തെ ഒരു വിഹിതം അവരെടുക്കാനുള്ളത്, 3ാമത്തെ വിഹിതം അഗ്നിയാകന് ഹദിയായി കൊടുത്തേക്കാണ്. മുതലാളിമാർ കഴിവുള്ളവർ പറഞ്ഞാൽ വലിയ കോടീശ്വരൻ നല്ല പേര് പറഞ്ഞതിനർത്ഥം സക്കാത്തൊന്നും വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീറും മിസ്കീനും അല്ലാത്ത കൂട്ടരാണ്. ഫക്കീർ മിസ്കീൻ എന്നൊക്കെ പറഞ്ഞാൽ എത്രയാവണം? അവന് കിട്ടുന്ന വരുമാനം അവൻ്റെ നിത്യജീവിതത്തിന് ഓരോ ദിവസവും ആവശ്യമായ ചെലവുള്ള പ്രേക്ഷിക്കുമ്പോൾ പകുതിയോട് ഒത്തൂല. അങ്ങനത്തെവർക്കാണ് ഫക്കീർ എന്ന് പറയാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ഓൻ്റെ ചെലവിന് 100 റുപ്യ വേണമെന്ന് വെക്കുക. ഫർളൻ 100 റുപ്യ ഉണ്ടെന്ന് ഇപ്പോൾ ഒരാൾക്കും ചെലവ് ചെയ്യാൻ കഴിയില്ല. ഒരു വീട്ടിലെ അവന് 10 മക്കളും ഉണ്ട്, ഭാര്യയുണ്ട്. 12 ആളെ ചെലവിന് 100 റുപ്യ ഉണ്ടെന്ന് കേട്ടോ. അവന് ശമ്പളം കുറവാച്ചിട്ട് കുട്ടികൾ കുറയണ്ടേ? ശമ്പളം കുറവാച്ചിട്ട് കുട്ടികൾ കുറഞ്ഞോളുന്നില്ല. അപ്പോൾ കുട്ടികൾ 10ഓ 12ഓ ഒക്കെ കുട്ടികളുണ്ട്. ശമ്പളമാണെങ്കിൽ നന്ന കുറഞ്ഞതുമാണ്. അവൻ്റെ നിത്യജീവിതങ്ങൾ അപേക്ഷിക്കുമ്പോൾ പകുതി പോലും അവന് കിട്ടില്ല. ഒരു ദിവസം 100 റുപ്യ വേണ്ട ഒരാൾ, അവന് കിട്ടുന്നത് ആകെ 1000 റുപ്യ, വേറെ വരുമാനമൊന്നുമില്ല. മദ്രസ പഠിപ്പിക്കുകയാണ്, നാട്ടുകാരെല്ലാം കൂടി കൂടിയിട്ട് 1000 റുപ്യ അവന് കൊടുക്കും എല്ലാ മാസവും. ഇവൻ്റെ ചെലവിന് 3000 റുപ്യ കിട്ടണം. എന്നാ ഈ പാവപ്പെട്ട മുഅല്ലിം ഫക്കീറാണ്. അല്ല, അവന് കിട്ടുന്ന പകുതിയുണ്ട്, അല്ലെങ്കിൽ പകുതിയിലധികം ഉണ്ട്, പക്ഷെ തികയില്ല. 3000 റുപ്യ ആവശ്യമുള്ള ഈ പാവപ്പെട്ടവന് ഓരോ മാസവും കിട്ടുന്നത് 2000 റുപ്യാണ്. അപ്പോൾ പകുതിയേക്കാൾ ഏറെയൊക്കെ ഉണ്ട്, പക്ഷേ തികയില്ല. എന്നാ അപ്പം മിസ്കീനാണ്. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മൂസ നബി അലൈഹി ഇസ്ലാം ഖളിർ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ കടപ്പുറത്ത് കൂടെ ഇങ്ങനെ പോയപ്പോൾ ഒരു കപ്പൽ വന്നു. ആ കപ്പൽക്കാർ ഖളിർ അലൈഹി ഇസ്ലാമിനെ അറിയുന്നവരായിരുന്നു. അവർ ഖളിർ അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ കപ്പൽ നിർത്തി, 2 പേരും അതിൽ കയറി. അവരെടുത്തുന്ന ചാർജൊന്നും കൂലിയൊന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ ആ കപ്പലിൽ പോകുമ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാം കാണുകയാണ് ഖളിർ അലൈഹി ഇസ്ലാം കപ്പലിൻ്റെ അടിപ്പലക പൊളിക്കുക. അപ്പം മൂസ നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം എഗ്രിമെൻ്റ് ഒക്കെ വാങ്ങിയിരുന്നു, എന്തെന്ന് ഞാൻ പലതും കാട്ടും, നിങ്ങൾ എന്നോടൊന്നും പറയരുത്, ക്ഷമിച്ചേക്കാൻ കഴിയുമെങ്കിൽ മാത്രം പോന്നാൽ മതി എൻ്റെ ഒപ്പം, അല്ലെങ്കിൽ നമ്മൾ ഈ യാത്ര എല്ലാം നീണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും മൂസ നബി ഇസ്ലാം ഇത് കണ്ടപ്പോൾ മറന്നുപോയി. മൂസ നബി ഇസ്ലാം പറയാതിരിക്കാൻ വന്നില്ല, പറ്റിയില്ല. അപ്പം മൂസ നബി ഇസ്ലാം അതിനെ വിമർശിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലേ എൻ്റെ ഒപ്പം അങ്ങ് വരാൻ കഴിയൂല. മൂപ്പര് പറഞ്ഞു, അത് മറന്നുപോയതാ, ഒന്ന് പൊരുത്തപ്പെട്ട് തരണം. അങ്ങനെയാണ് പിന്നെ യാത്ര തുടർന്ന്. ഞാൻ കഥയല്ല പറയുന്നത്. അപ്പൊ ഈ യാത്രയിൽ 3 സംഭവങ്ങൾ മൂസ നബി അലൈഹി ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഖളിർ അലൈഹി ഇസ്ലാം ചെയ്തു. എന്നാൽ ഖളിർ അലൈഹി ഇസ്ലാം മൂസ നബിയോട് വിട്ടുപിരിഞ്ഞപ്പോൾ, വിട്ടുപിരിഞ്ഞ എന്താ, 3 പ്രാവശ്യം ഇങ്ങനെ ആയപ്പോൾ നീ ഹാദാ ഫിറാഖു ബൈനി വബൈനക, ഞമ്മ ഒത്തുപോകില്ല, നിന്റെ എൻ്റെ ഇടയിലുള്ള
അവസാനം ഇവിടുന്ന് പിരിയാ. അപ്പൊ പിരിയുമ്പോ മൂസ നബി അലൈഹി ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം പിരിയാൻ എന്നാർക്ക് ഉണ്ട്. ഖളിർ അലൈഹി ഇസ്ലാമിന് ആ മൂസ നബി ഇസ്ലാമിനെ 3 കാര്യം ബോധ്യപ്പെടുത്താതെ പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോ അത് ശരീഅത്ത് ഇങ്ങനെയും തരീഖത്ത് അങ്ങനെയും അറിയും. അപ്പൊ അങ്ങനെയല്ല, ശരീഅത്തും തരീഖത്തും ഒരു വ്യത്യാസമില്ല, രണ്ടും ഒരേപോലെ പോണതാണ്. അത് മൂസ നബി അലൈഹി ഇസ്ലാമിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഖളിർ അലൈഹി ഇസ്ലാം പറഞ്ഞു എന്തെന്ന്, ആദ്യത്തെ കഥപ്പെന്താ, കപ്പൽ കുത്തിപ്പൊളിച്ച. അതിന്റെ സംഭവം എന്താണെന്നറിയോ? അമ്മ സഫീനത്തു ഫകാനത്ത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ, സമുദ്രത്തിൽ ജോലി ചെയ്തിരുന്ന പാവപ്പെട്ട മിസ്കീന്മാർക്കുള്ളതായിരുന്നു ആ കപ്പൽ. അപ്പൊ ഈ കപ്പലിൽ നിന്ന് അതിന്റെ ചെലവ് കഴിച്ച് കിട്ടുന്ന മിച്ചം ഈ മിസ്കീന്മാരെല്ലാം കൂടി എടുക്കുക. അപ്പൊ നമ്മൾ കണ്ടില്ലേ, കടപ്പുറത്ത് എന്നാൽ ഓരോ വള്ളത്തിന്റെ വില ചോദിക്കുമ്പോൾ എത്ര ഉറുപ്പ്യാണ്, ലക്ഷങ്ങളാണ് ആ വള്ളത്തിന്. അവര് മത്സ്യം പിടിക്കാൻ ഉപയോഗിക്കുന്ന തോണി. പക്ഷേ അത് 1, 2, 10, 15 ഒന്നും ആളുടെ അല്ല, 50, 100 ആൾക്കാർ പങ്കു ചേർന്നാണ് എടുക്കുന്നത്. അവരുടെ നിത്യജീവിതം കഴിയണമെങ്കിൽ ഇതിന്ന് വല്ലതും കിട്ടണം. എന്നാ അവർക്ക് തെയ്യോട്ടില്ലേനോ, അവരെ ചെലവ് കൊണ്ട് തെയ്യൂല്ല. സാധനം കണ്ടാൽ വലിയ വിലയുള്ള സാധനമൊക്കെ തന്നെയാണ്. അതാ നമ്മൾ പറയുന്നത്, പലരും ചിലപ്പോ പാവപ്പെട്ട ഒരു മിസ്കീന് എന്തെങ്കിലും കൊടുക്കുന്നത് തടസ്സം ചെയ്യും. ഓനൊന്നും കൊടുക്കണം, കാറുള്ളവനാ അല്ലെങ്കിൽ ബസ്സുള്ളവനാ അറിയും. ആകെ ഈ ഒരു ബസ്സാണ് അവൻ്റെ ജീവിതത്തിൻ്റെ മാനദണ്ഡം. ആ ബസ്സിൽ നിന്ന് അതിന് ചിലവൊക്കെ അയച്ച് ഓന് കിട്ടണ വരുമാനം നോക്കിയാൽ ഓനൊന്നും എത്തിപ്പോവില്ല. പക്ഷെ പേരിൽ ഓൻ ബസ്സിൻ്റെ മുതലാളിയാണ്. അതാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കപ്പലുണ്ടായിട്ടും അവരെ പറ്റി മിസ്കീന്മാരെന്നാ പറഞ്ഞത്. അതെന്താ കാരണം? കപ്പലിൻ്റെ വരുമാനം ഓരോ ദിവസവും കിട്ടുന്നത് ഡിവൈഡ് ചെയ്താൽ ഓരോരുത്തർക്കും കിട്ടുന്ന അംശം അവരെ ജീവിതം തട്ടിപ്പോകാൻ മാത്രമില്ല, അതിന് താഴെയാണ്. അതുകൊണ്ടാണ് അമ്മ സഫീനത്തു, അപ്പോൾ കപ്പൽ ഫക്കാനത്ത് അതായിരുന്നു, ലി മസാക്കീന ചില മിസ്കീന്മാർക്കുള്ള കപ്പലായിരുന്നു. യഅമലൂന ഫിൽ ബഹർ സമുദ്ര ജോലിക്കാരായ മിസ്കീന്മാരുടെ പാവപ്പെട്ടവരുടെ കപ്പലായിരുന്നു കപ്പൽ. അപ്പൊ ആ കപ്പല് പിടിച്ചു പോയാൽ ഇവരുടെ ജീവിതം അന്നം മുടങ്ങിപ്പോകും. അത് വരാതിരിക്കാൻ വേണ്ടി വടക്കാക്കിയതാ. കാരണം രാജാവ് നല്ല കപ്പലെടുക്കുക, വടക്ക് കപ്പൽ ചീത്തയാണെങ്കിൽ കേടുപാടുണ്ടെങ്കിൽ വിടും. അപ്പൊ കേടുപാടാക്കിയതാണ് എന്തിനു വേണ്ടി? പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോ അവിടെ പ്രയോഗിച്ച പദം മസാക്കീൻ, മിസ്കീമാർ എന്നാണ്. ഇതാ ഞാൻ പറയുന്നത്. അപ്പോ അതുമില്ല, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ചെലവ് എല്ലാം ശരി തട്ടിപ്പോണ്ട്, കടും ബാക്കി വരുന്നില്ല, എന്നാ അയാളും പൊനിയായി. അതാ ഞാൻ പറഞ്ഞ മുതലാളിൻ്റെ അർത്ഥം. നമ്മൾ മുതലാളി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കരമായിട്ട് വേണം, അപ്പോഴേ പറയുള്ളൂ. അത് വേണ്ട. മുതലാളി പറഞ്ഞാൽ ഇപ്പറഞ്ഞ അവസ്ഥയിൽ തെറ്റിയാൽ മതി. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മളെ നാട്ടിലെ അയൽവാസികളായ ആളുകൾ, കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അവരൊന്നും സക്കാത്തൊക്കെ ഒന്നും വാങ്ങാൻ അവകാശികളായ ഫുഖറാ മസാക്കീനിലൊന്നും പെട്ടതല്ല. പക്ഷേ അവർ നമ്മളുമായി ബന്ധമുള്ളവരല്ലേ. അപ്പം നമ്മൾ വീട്ടിൽ വലിയൊരു ഉളുഹിയത്തൊക്കെ അകത്തിട്ട് അവർക്കും കൊടുക്കണ്ടേ എന്ന ആ പരിഗണന എന്നെ വാജിബായ ഉളുഹിയത്തിൽ ഉണ്ടാവില്ല. എങ്ങനെ വാജിബായത്? നേർച്ചയാക്കിയപ്പോൾ വാജിബായി. സുന്നത്തായ സംഗതികൾ നേർച്ചയാക്കിയാൽ അത് വാജിബാവും. അടിസ്ഥാനപരമായി സുന്നത്ത, അതാ ഉളുഹിയത്തിന്റെ അസുൽ നിയമപ്രകാരം സുന്നത്ത് മോക്കത്. അത് നമ്മൾ നേർച്ചയാക്കിയപ്പോൾ വാജിബായി. അത് ഏത് അമലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ളുഹൂറിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്തായിട്ട്, സുന്നത്തായി നിൽക്കുന്ന കുറച്ച് മുമ്പായിട്ട് ഓൻ ചെയ്തു, ഇന്നത്തെ ളുഹൂറിന്റെ മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഞാൻ നേർച്ചയാക്കി. അതോടെ എന്തായി മാറിയത്? അത് നേർച്ചയായി മാറിയപ്പോൾ വാജിബായി, ഫർളായി മാറി. അപ്പൊ ഇങ്ങനെ നേർച്ചയാക്കൽ കൊണ്ട് ഫർളായി കഴിഞ്ഞാൽ അത് അഗ്നിയ കുടുംബങ്ങളൊന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് പാവപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ 3 ഓരി അത്ര കൊടുത്തോളം വെച്ചിട്ടല്ല, പരമാവധി അത്ര ആയിക്കൂടും, അതിനേക്കാണ് പ്രാകണ്ട എന്ന് വെച്ചിട്ടാണ്.
ഒരോരി വീട്ടിലേക്ക് എടുത്തോളുന്നുണ്ടോ? 1/3 ഇല്ല. നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് എടുത്താൽ മതിയല്ലോ. ഇനി അങ്ങനെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ പരമാവധി അത്ര വരെ എടുത്താൽ മതി എന്ന പോലെ മുതലാളിമാർക്ക് കൊടുക്കുകയാണെങ്കിലും പരമാവധി 1/3 വരെ കൊടുത്താൽ മതി. അത്ര തന്നെ ആകണം എന്നില്ല. അതൊക്കെ ചില ആളുകളെ വിചാരം ഉലൂഹിയത്തർത്താൽ അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ട് ഒന്നോ എൻ്റെ കുടിക്ക് തന്നെ കൊണ്ടുപോകണം, ഒന്ന് ഈ മുതലാളിമാർക്ക് തന്നെ കൊടുക്കണം, മറ്റ് പാവപ്പെട്ടു. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയുന്നത് ഈ 3 ഓരി വെക്കണത് ഇതിനേക്കാൾ അപ്പുറം ആവണ്ട എന്ന് വെച്ചിട്ട് സ്വന്തം എടുക്കണമെന്നും മുതലാളിമാർക്ക് കൊടുക്കണമെന്നും ഇതിനേക്കാൾ കൂടുതലാവണ്ട, 3/1 കൂടുതലാവണ്ട, 3/1 വരെ ആവാം. എന്നാൽ നമ്മൾ അഫ്ളൽ പറഞ്ഞത് എല്ലാം തസദ്ദുഖ് ചെയ്യുക. ഇനി അവിടെ മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, അധിക സ്ഥലത്തും ചെയ്യണ ഒരു പണിയുണ്ട്. അത് നേർച്ചയായാലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല. തോല്, അത് ഈ സാധാരണക്കാർ തീരെ ശ്രദ്ധിക്കാത്ത സംഗതിയാണ്. അതിൻ്റെ തോല് വിൽപ്പന ചെയ്യും, അത് ഒന്നിച്ചാണ് വിൽക്കുക. അവർ പറയുന്നതിന് മസ്ലഹത്താണ്. എന്താ മസ്ലഹത്ത്? നമ്മളിപ്പോൾ തോലിയിട്ട് ഇറക്കാൻ കഴിയില്ല, അത് ഒന്നിച്ച് അത് ഇറക്കാൻ വന്ന് ഓൽക്കാണ് വിൽക്കുക. എന്നാൽ അതിന് കിട്ടുന്ന പൈസയെ ആ പൈസയെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അതിനു വേണ്ടി തന്നെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് വിൽക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന, നേർച്ചയാക്കപ്പെട്ടതായാലും ശരി അല്ലെങ്കിലും ശരി, അതിൻ്റെ തോല്, എല്ല്, കൊമ്പ് ഇതൊന്നും വിൽപ്പനക്ക് പറ്റില്ല.